ഭഗവാനോടുള്ള അതിയായ ഭക്തി ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രയോജനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ശ്ലോകം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലെ പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കുന്നത്. ഭക്തിയുടെ പ്രാധാന്യവും ഭക്തി കൊണ്ടുള്ള നേട്ടവുമാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഥമസ്കന്ധം അധ്യായം 2 ശ്ലോകം 7. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച യതഹൈതുകം. ശ്ലോകം ഒന്നുകൂടി നോക്കാം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച യതഹൈതുകം. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. വാസുദേവേ ഭഗവതി പ്രയോജിത ഭക്തിയോഗ ആശു വൈരാഗ്യം ജ്ഞാനം ച ജനയതി യത് അഹൈതുകം. ഒന്നുകൂടി നോക്കാം. അന്വയം. വാസുദേവേ ഭഗവതി പ്രയോജിത ഭക്തിയോഗ ആശു വൈരാഗ്യം ജ്ഞാനം ച ജനയതി യത് അഹൈതുകം. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. വാസുദേവേ ഭഗവതി പ്രയോജിത ഭക്തിയോഗ ആശു വൈരാഗ്യം ജ്ഞാനം ച ജനയതി യത് അഹൈതുകം. ഒന്നുകൂടി നോക്കാം. വാസുദേവേ ഭഗവതി പ്രയോജിത ഭക്തിയോഗ ആശു വൈരാഗ്യം ജ്ഞാനം ച ജനയതി യത് അഹൈതുകം. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. വാസുദേവേ വാസുദേവനിൽ, ഭഗവതി സർവേശ്വരൻ, ഭക്തിയോഗ ഭക്തിയുടെ മാർഗം, പ്രയോജിത പ്രയോഗിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അഭ്യസിക്കപ്പെടുമ്പോൾ, ജനയതി ജനിപ്പിക്കുന്നു, ആശു ഉടൻ തന്നെ, വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ആസക്തിയില്ലായ്മ, ജ്ഞാനം സത്യമായ ജ്ഞാനം, ച കൂടാതെ, യത് അതായത്, അഹേതുകം കാരണമില്ലാത്ത അല്ലെങ്കിൽ സ്വാഭാവികമായ. ഇതാണ് ഇതിൻ്റെ പദങ്ങളുടെ അർത്ഥം. നമുക്കിനി ഇതിൻ്റെ സാരം നോക്കാം. വാസുദേവനായ ഭഗവാനിൽ നിസ്വാർത്ഥമായി, അതായത് പ്രതിഫല ഇച്ഛ കൂടാതെ നടത്തപ്പെടുന്ന ഭക്തിയോഗം മൂലം വേഗത്തിൽ തന്നെ വൈരാഗ്യവും ജ്ഞാനവും സ്വാഭാവികമായി ജനിക്കുന്നു. അതിനാൽ ഭക്തി ഒരു ഉപായമല്ല, ആത്മപരിപാകത്തിൻ്റെ സ്വാഭാവികമായ മാർഗമാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. ഭഗവാനോടുള്ള നിസ്വാർത്ഥമായിരിക്കുന്ന ഭക്തി അതൊന്നുണ്ടെങ്കിൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും എന്ത് തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയ മാർഗമാണ് ഭഗവത് ഭക്തി. ആ ഭഗവത് ഭക്തിയുള്ള ഒരാളെ മറ്റാർക്കും തന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം എന്താ? അവിടെ വൈരാഗ്യവും ജ്ഞാനവുമുണ്ട്. വൈരാഗ്യവും ജ്ഞാനവും ഒരുപോലെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരാളിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. ആ വൈരാഗ്യവും ജ്ഞാനവും എങ്ങനെയാണ് നമുക്ക് കൈവരുന്നത്? ഭഗവാനോടുള്ള ഭക്തി ഉണ്ടെങ്കിലാണ് വൈരാഗ്യവും ജ്ഞാനവും നമുക്ക് ലഭിക്കുക. ഭക്തി ജ്ഞാന വൈരാഗ്യം എന്ന് ഭാഗവതം നമുക്കായിട്ടിതാ പറഞ്ഞു തരുന്നു. ഈ ചാനൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുമ്പത്തെ വീഡിയോകളെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഭാഗവത പഠനം എന്ന പേരിൽ പ്ലേലിസ്റ്റായിട്ട് എല്ലാ വീഡിയോകളും ആഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറിയാൽ മുമ്പത്തെ എല്ലാ വീഡിയോകളും കാണാൻ സാധിക്കും. ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരം അറിവുകളെല്ലാം മറ്റുള്ളവർക്കും വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ.